കരൂർ റബ്ബർ ഫാക്ടറി അടച്ചുപൂട്ടാൻ ഹൈക്കോടതി ഉത്തരവ്. ആക്ഷൻ കൗൺസിൽ നൽകിയ ഹർജിയെ തുടർന്നാണ് പാലാ മുനിസിപ്പാലിറ്റി 2-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന ഫാക്ടറി അടച്ചുപൂട്ടാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. മുനിസിപ്പൽ ലൈസൻസ്, വായു മലിനീകരണ നിയന്ത്രണ ബോർഡ് ലൈസൻസ് എന്നിവയൊന്നുമില്ലാതെയാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നതെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഫാക്ടറിയിൽ നിന്നുള്ള വിഷവാതകങ്ങളും മലിനജലവും സമീപത്തെ കുടിവെള്ള സ്രോതസ്സുകളും ലാലംതോടും അയൽപുരയിടങ്ങളിലും മലിനമാക്കുന്നതായും ഹർജിയിൽ പറയുന്നു. ഫാക്ടറിയുടെ അനധികൃത പ്രവർത്തനം സംബന്ധിച്ച് നാട്ടുകാർ നിരവധി തവണ പാലാ മുനിസിപ്പാലിറ്റിയിലും മലിനീകരണ ബോർഡിലും പാലാ RDO ഓഫീസിലും പരാതിപ്പെട്ടിരുന്നു. DMOയ്ക്കും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനുമൊക്കെ നമ്മൾ പരാതികൾ പല പ്രാവശ്യം കൊടുത്തു. പക്ഷേ പലയിടത്തും നമുക്കതിന് ഒരു അനുകൂലമായൊരു നിലപാട് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലായിരുന്നു. പാലാ മുനിസിപ്പാലിറ്റിയിലെ സെക്രട്ടറി ആണെങ്കിൽ ഒരു ഉത്തരവാദിത്വപരമായ രീതിയിൽ ഒരു തരത്തിലും നമ്മളോട് സഹകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 3-4 പേർക്കെതിരെ ഞങ്ങളിവിടെ സമരം ചെയ്തതിൻ്റെ പേരിൽ ഇവർക്ക് ഫാക്ടറിക്ക് പ്രൊട്ടക്ഷൻ കിട്ടത്തക്ക രീതിയിൽ അവർക്ക് ഇവിടെ പ്രവർത്തിക്കാനോ നിൽക്കാനോ പറ്റില്ലാത്ത രീതിയിൽ അവർക്കെതിരെ കേസുണ്ടാക്കുകയും ഞങ്ങൾ അതിന് ശേഷം ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾക്കിപ്പം ഈ ഫാക്ടറി അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. പ്രദേശവാസികൾ സമരപരിപാടികളുമായി മുന്നോട്ട് പോയിട്ടും പരിഹാരം ലഭിക്കാത്തതിനെ തുടർന്ന് ഹൈക്കോടതി മുമ്പാകെ ആക്ഷൻ കൗൺസിൽ റിട്ട് ഹർജി ബോധിപ്പിക്കുകയായിരുന്നു. ഫാക്ടറിയുടെ പ്രവർത്തനം അടിയന്തരമായി നിർത്തലാക്കാൻ പാലാ RDOയ്ക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. RDO ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. RDO ഇതുവരെ നടപടി എടുത്തിട്ടില്ല. നമുക്ക് 6/1/26 ഈ ഓർഡർ ഇറങ്ങിയതാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഓർഡർ ഇറങ്ങിയതാണ്. ഇതുവരെ ഇപ്പോൾ വണ്ടി 2 ലോറി അതിനകത്ത് കിടപ്പുണ്ട്. പുതിയ RDO കോട്ടയം അറിഞ്ഞത് ഡെപ്യൂട്ടി കളക്ടർക്കാണ് ചാർജ് എന്നാണ് അറിഞ്ഞത്. അവരുടെ അടുത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളുടെ ആരോഗ്യത്തിന് തന്നെ ഭീഷണിയായി മാറിയ ഫാക്ടറി പ്രവർത്തനം നിർത്താനുള്ള കോടതി വിധിയിൽ ആശ്വാസം കൊള്ളുകയാണ് പ്രദേശവാസികൾ.